അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നത് നല്ലതല്ലല്ലോ. അച്ഛ, എഴുതി കഴിഞ്ഞോ? എന്ത്? കവിതയാണോ നോവലാണോ? എന്താ എഴുതുന്നത്? അച്ഛന്റെ തലച്ചോറ് പുകയുന്നുണ്ടല്ലേ? വളരെ ശരിയാണല്ലോ. അല്ല, അത് ശരിയല്ല. ഒരിക്കലും അല്ല. അച്ഛന്റെ തലച്ചോറേ സൂപ്പറാ. ആണോ? ആണോന്നോ? സംശയമുണ്ടോ? ഒരു സംശയം. അതെ. എന്താ രാത്രിയിൽ ഇങ്ങനെ മാറി നിന്ന് അനാവശ്യമായിട്ടൊരു ചിന്ത? നേരത്തെ ഒന്നും ഇല്ലാത്തതാണല്ലോ. മൂഡ് ശരിയല്ല മോളെ. എന്നാലേ ആ കഥ അച്ഛൻ ഒന്നുകൂടി പറയൂ. ഏത് കഥ? അച്ഛന്റെ അമ്മയുടെയും നാടക കഥ. എന്റെ മോളെ, ഞാനിതൊരു 10,000 വട്ടം പറഞ്ഞിട്ടില്ലയോ ഇത്? അച്ഛന്റെ അമ്മയുടെയും പ്രേമകഥയല്ലേ? എത്ര കേട്ടാലും അത് മതിയാവില്ല. ഒന്ന് പറയച്ചാ. എന്നാ പറയാം. ഞാനൊരു ഭ്രാന്തനായിരുന്നു മോളെ. അതിപ്പോ ആർക്കാ അറിയാത്ത? അയ്യോ, ആ ഭ്രാന്തല്ല, നാടക ഭ്രാന്ത്. എവിടെ നാടകം ഉണ്ടെങ്കിലും അവിടെ ഞാൻ ചൂട്ടും കെട്ടിപ്പോവും. നിന്റെ അമ്മയുടെ കുറെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ശീലാവതി നാടകത്തിലായിരുന്നു അംബികയുടെ ഏറ്റവും വലിയ പെർഫോമൻസ്. ആ നാടകത്തില് മദ്യപാനിയായ ഭർത്താവിന് കരൾ രോഗം വന്നപ്പോ ഭാര്യ കരള് പകുത്തു കൊടുത്തു. ഭാര്യ ഒരുപാട് ത്യാഗം സഹിച്ച ഓപ്പറേഷന് കാശുണ്ടാക്കിയത്. രോഗമൊക്കെ ഭേദമായി കഴിഞ്ഞ് ഭർത്താവ് ഒരു ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ടു വരിക. ആ സമയം ഭാര്യയുടെ കുറെ ഡയലോഗും ആക്ടിങ്ങും ഒക്കെ ഉണ്ട്. അവസാനം അവള് അയാളെ കൊന്നുകളയ. ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് വേണ്ട എന്നൊരു പ്രഖ്യാപനം. അംബിക തകർത്താടി. ഞാനാണ് എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു. ജനങ്ങളാണ് കൂട്ട കയ്യടിച്ചു. പിന്നെ ഞാനേ ഗ്രീൻ റൂമിൽ പോയി അമ്പിയെ പരിചയപ്പെട്ടു. അപ്പോ അങ്ങനെയാണ് ആ ചുമടെടുത്ത് തലയിൽ വെച്ചതല്ലേ? ഈ സീനെ അമ്മ അഭിനയിക്കുന്നതൊന്ന് കാണണമല്ലോ. അതിന് മോൾ അമ്മയെ അഭിനയിക്കാൻ വിടില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ആ സീനൊന്ന് അഭിനയിച്ച് കാണിക്കും. ഞാൻ അമ്മയോട് പറയും. എന്താ? എന്തു പറ്റി? നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോയാലോ? ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ തോന്നാൻ? വല്ലാത്തൊരു ഭയം. എന്തിന്? എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്ന പോലെ. മനസ്സിന് ശക്തി കുറയുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കരുതെന്ന്. ഈ മോള് കൂടെ ഇല്ലേ? പിന്നെന്താ? മോള് കൂടെ ഉണ്ടെങ്കിൽ അച്ഛനൊരു ഭയവും ഇല്ല. അതെ, നമ്മളെങ്ങും പോകുന്നില്ല. നമ്മള് അടിച്ചു പൊളിച്ച് ഇവിടെ ജീവിക്കും. അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങൂ ഉണ്ണി വാനോ